ഡി നയന, നിനക്കെന്നെ മനസ്സിലായോ? ആ മനസ്സിലായി. നീ എന്താ ഇവിടെ നിൽക്കുന്നേ? എന്റെ ഹസ്ബൻഡ് ഇപ്പൊ വരും. നീ എന്താ ഇവിടെ? ആണോ? ഞാനും എന്റെ ഹസ്ബൻഡിനെ കാത്തു നിൽക്കുക. ഒരുപാട് നാളായി നിന്നെ കണ്ടിട്ട്. നിനക്ക് എന്ത് മാറ്റാ? എനിക്ക് കുറെ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ നിനക്കൊരു മാറ്റമില്ലല്ലോ, നീ പഴയതുപോലെ തന്നെ ഉണ്ട്. നിന്റെ ഹസ്ബൻഡ് എങ്ങനെയാ വരുന്നത്? കാരണമാണോ വരുന്നത്? അല്ല, ബൈക്കിലാ. ചേട്ടന് കുറച്ച് കൃഷിയുടെ പരിപാടിയൊക്കെ ഉണ്ട്. അതാണ് മൊത്തത്തിൽ ഇവിടെ ഒരു ചെളിയുടെ മണം. ചേട്ടന് കൃഷി ഭയങ്കര ഇഷ്ടാ, അതുകൊണ്ടാ. ഇഷ്ടമല്ലെങ്കിൽ ചെയ്തല്ലേ പറ്റൂ, ക്യാഷ് വേണ്ട ജീവിക്കാൻ. അല്ല, നയനയുടെ ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നു? ബാംഗ്ലൂരിലെ ഒരു കമ്പനിയിലെ മാനേജർ ആയിരുന്നു. ഇപ്പൊ ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ആയി. ഒരാഴ്ച അങ്ങോട്ടേ ആയിട്ടുള്ളൂ. ഇപ്പൊ കാറിൽ വരും എന്നെ കൊണ്ടുപോകാൻ. അപ്പൊ നിനക്ക് കാണാം. ആ, നമ്മുടെ കൂടെ പഠിച്ച ആരെങ്കിലും കാണാറുണ്ടോ? എന്തിനു കാണണം? കൂടെ പഠിച്ചതൊക്കെ എല്ലാം അയ്യോ പാവങ്ങളല്ലേ. അവരൊക്കെ ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. എനിക്ക് അതുകൊണ്ട് ആരെയും കാണാൻ ഒരു താല്പര്യമില്ല. അതാണ് എന്റെ ചേട്ടൻ. ശ്രീ, ആരാ ഇത്? ചേട്ടൻ ഞങ്ങൾ ഒരുമിച്ച് കോളേജിൽ പഠിച്ചതാ. ആഹാ, ആണോ? എന്താ പേര്? എന്റെ പേര് നയന. ചേട്ടൻ ഞങ്ങൾ ഒരുമിച്ച് ബൈക്കത്ത് കോളേജിൽ പഠിച്ചതാ. എന്നിട്ടെന്താ വീട്ടിലോട്ട് വിളിക്കാൻ? നിങ്ങളുടെ വീട്ടിലോട്ടോ? ഞാനോ? ചേട്ടനൊരു കാര്യം ചെയ്യ്, ഈ തൂമ്പ അവളുടെ കയ്യിലോട്ട് കൊടുക്ക്. എന്നിട്ട് രണ്ടുപേരും കൂടെ കൃഷിപ്പാട്ടും പാടിക്കൊണ്ടങ്ങ് പൊക്കോ. ഞാനില്ല. നിന്റെ ഫ്രണ്ടാള് കൊള്ളാലോ, ഭയങ്കര കോമഡി ആണല്ലോ. അയ്യോ, കോമഡി അല്ല, ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞ. സത്യത്തിൽ കോമഡി ആയത് ഇവളാ. അതെന്താ? അത് ഞാൻ പറയണോ? ആ, എന്തായാലും പറയടോ. ഇവളെപ്പോഴും കോളേജിൽ വെച്ച് പറയാറുണ്ടായിരുന്നു, കല്യാണത്തിന് മുന്നേ ഒരു മോശം ജീവിതം, ഐ മീൻ ക്യാഷ് ഇല്ലാത്ത ജീവിതം ആണെന്നുണ്ടെങ്കിൽ കല്യാണത്തിന് ശേഷം നല്ല ജീവിതമായിരിക്കും, ഐ മീൻ ക്യാഷ് ഉള്ള ജീവിതം. പക്ഷെ ഇപ്പൊ ഇവളുടെ അവസ്ഥ കണ്ടോ? അന്ന് അങ്ങനെ പറഞ്ഞു, അതാ ഞാൻ കോമഡിയാന്ന് പറഞ്ഞത്. അതിനിപ്പോ എന്താ പ്രശ്നം? കൃഷി ഒരു നല്ല ജോലിയല്ലേ, നമ്മുടെ പരമ്പരാഗത ജോലിയല്ലേ കൃഷി. അത് ശരിയാ. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ മക്കൾക്കും പരമ്പരാഗതമായി കിളച്ച് നടക്കാം. അപ്പൊ ശ്രീ, നിന്റെ കൂട്ടുകാർ എന്തായാലും കൊള്ളാം, നല്ല കാശുള്ള കുട്ടിയാ. നമുക്കെന്നാ പോവാം. ശരി. എന്റെ ഹസ്ബൻഡ് വന്നു. ഹായ്, ഒത്തിരി പേരായോ വന്നിട്ട്? ഇല്ല, ഇപ്പൊ എത്തേ ഉള്ളൂ. വാ, ഒരാളെ പരിചയപ്പെടാം. ആരാ? നിനക്കറിയുന്നവരാണോ? സാർ, സാറെന്താ ഇവിടെ? സാറോ? നീ എന്തിനാ ഇയാളെ സാറെന്ന് വിളിക്കണേ? നയന, ഇതാണ് നമ്മുടെ കമ്പനിയുടെ സിഇഒ. ഞങ്ങൾ നേരത്തെ പരിചയപ്പെട്ടായിരുന്നു. അതെ, എന്തായി പോയ കാര്യം? അവിടെ എല്ലാ കാര്യങ്ങളും ഓക്കെയാണ് സാർ. നയന, ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ നമ്മുടെ കമ്പനി ഒരു അഗ്രികൾച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള കമ്പനിയാണെന്ന്. സാറിന് കൃഷിയൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആണ്. വിഷ്ണു ഇപ്പോൾ ഒരാഴ്ചയല്ലേ ഇങ്ങോട്ട് ജോയിൻ ചെയ്തിട്ട്? അതെ സാർ. അപ്പോൾ ഒരു കാര്യം ചെയ്യും, വിഷ്ണു ബൈക്ക് കൊണ്ടേ നമ്മുടെ കമ്പനി ഗസ്റ്റ് ഹൗസിൽ കൊണ്ട് വെച്ചേക്ക്. അടുത്ത് തന്നെ അറിയില്ലേ? അറിയാം സാർ. ഒരു കാര്യം ചെയ്യും, ഞാൻ ആ കാറിൻ്റെ താക്കോലും തന്നെ. ആ ശ്രീ, നമുക്ക് എന്തായാലും കമ്പനി വണ്ടി പോവാം. ആ, കൂളിംഗ് ഗ്ലാസ് ഒക്കെ ഉള്ളല്ലോ. അല്ല, ഇതെന്താ? ഇത് കൈക്കോട്ട്. ആ, ഒരു കാര്യം ചെയ്യും, താൻ ഇതുണ്ടല്ലോ, ഇതും കൂടി ആ വണ്ടിയുടെ ഇരിക്കുന്നിടത്ത് തന്നെ വെച്ചേക്ക്. നയന, നീ ഇത് പിടിച്ചേ. പിടിക്കേ. എടീ, വണ്ടി സ്റ്റാർട്ട് ആവുന്നില്ല എന്ന് പറഞ്ഞ് നീ ചിലപ്പോൾ തള്ളി തരേണ്ടി വരുവേ. നയന, ആ വണ്ടി വെച്ചെടുത്ത് തന്നെ വെച്ചാൽ മതി കേട്ടോ, ഒന്ന് കഴുകി വെച്ചേക്കണം. അപ്പൊ കാര്യങ്ങളൊക്കെ അറിയാം. നയന, ഒന്ന് തള്ളിത്തടി, നല്ലപോലെ തള്ളു. നീ ഇന്ന് പുട്ടല്ലേ തിന്നേ, ശരിക്കും തള്ളു.